ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മളെല്ലാവരും ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തൊക്കെ വന്നാലും A+ കിട്ടണം. പക്ഷേ A+ കിട്ടാനോ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ 9 ചാപ്റ്ററുകളും ജിയോഗ്രഫിയിൽ 9 ചാപ്റ്ററുകളും അങ്ങനെ 18 ചാപ്റ്ററുകൾ പഠിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് A+ കിട്ടുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം, സാറേ ഇതിൽ ഞങ്ങൾ ആദ്യം ഏത് പഠിക്കും? ഞങ്ങളുടെ മുമ്പിലുള്ള ദിവസം എന്ന് പറയുന്നത് ഇനി വളരെ കുറച്ചേ ഉള്ളൂ. ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആദ്യം ഏതാണ് പഠിക്കേണ്ടത്? ഏറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾ ഓരോ ചാപ്റ്ററുകളും പഠിക്കണം. നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിനും ഒരേ രീതിയിലല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും കാര്യത്തിൽ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയിലും 5, 6, 7, 8, 9 അല്ല, അഞ്ചാമത്തെ ചാപ്റ്ററിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. 6, 7, 8, 9 എന്ന് പറയുന്ന ചാപ്റ്ററുകൾ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ഏകദേശം 60% ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 60% എന്ന് പറഞ്ഞാൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജിയോഗ്രഫിയിൽ നിന്ന് ഒരു 30 മാർക്കോളം, ഒരു 30-നടുത്ത് ഏകദേശം ഒരു 25 മുതൽ 30 മാർക്കോളം നമുക്ക് വരും. കൂടാതെ ഹിസ്റ്ററിയിലും അതുപോലെ 25 മുതൽ 30 മാർക്ക് വരെ ഏകദേശം വരുന്ന എവിടുന്നായിരിക്കും? 6, 7, 8, 9 എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ നിന്നാണ്. അപ്പോൾ അതിലെ ആദ്യ ഭാഗങ്ങളോ 1, 2, 3, 4, 5 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1, 2, 3 ചാപ്റ്ററുകൾ നിങ്ങൾ ജസ്റ്റ് എസ്സേകൾക്ക് വേണ്ടിയിട്ടൊക്കെ വായിക്കുക എന്നുള്ളതാണ്. അതിൽ ഓവർ ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ട? നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട. പക്ഷെ നിങ്ങൾ ഏറ്റവും കഷ്ടപ്പെട്ടിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്ന് പറഞ്ഞുകൊണ്ട് 3 ടേമുകളിലാണ് എക്സാം നടന്നത്. അതിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ഏകദേശം ഒരു 10 to 15%, 10 മുതൽ 15% വരെ ക്വസ്റ്റ്യനുകളും, അത് കഴിഞ്ഞ് ഒരു 20% ക്വസ്റ്റ്യനുകൾ സെക്കൻഡ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്ന് ബാക്കി വരുന്ന 60% ക്വസ്റ്റ്യനുകളുമാണ് സാധാരണ ചോദിക്കാറുള്ളത്. സോ അപ്പോൾ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബാക്കി എന്താ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ എവിടെ നിന്നാണ് സർ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്? കുറേ എന്തൊക്കെയോ അറിയാം. ഞങ്ങൾ ഇനി എവിടെ നിന്ന് എങ്ങനെ ഞങ്ങൾ തുടങ്ങണം എന്നുള്ളത് തുടങ്ങാനുള്ള പോയിന്റ് ഈ പോയിന്റാണ്. നിങ്ങൾ തുടങ്ങേണ്ടത് ഏറ്റവും അവസാനത്തിൽ നിന്ന്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അവിടെ നിന്ന് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററുകളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ. അങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് A+ കിട്ടുമെന്നുള്ളത്. ഇത് ഹിസ്റ്ററിയുടെയോ ജിയോഗ്രഫിയുടെയോ മാത്രമല്ല, 2 വിഷയത്തിൻ്റെയും കൂടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ മക്കളെ, നന്നായിട്ട് പഠിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾക്ക് അടുത്ത കൊല്ലം നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ബാച്ചിൽ A+ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ തന്നെ നിങ്ങളെല്ലാവരെയും കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാരത്തോണുകളിലും ലൈവുകളിലും ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം.